നമസ്കാരം, JB ജംഗ്ഷനിലേക്ക് സ്വാഗതം. ശ്രദ്ധേയമായ ആലാപന രീതി കൊണ്ട് മലയാളികൾക്ക് പ്രിയങ്കരനായ മധു ബാലകൃഷ്ണനായിരുന്നു കഴിഞ്ഞ ദിവസം നമ്മുടെ അതിഥി. തെന്നിന്ത്യയിലെ എല്ലാ ഭാഷകളിലും മധുരമേറിയ ഒരുപാട് ഗാനങ്ങൾ സമ്മാനിച്ച മധുവുമായിട്ടുള്ള സംഭാഷണം ഈ എപ്പിസോഡിലും തുടരുകയാണ്. അപ്പം മധു പാട്ടിയ പാട്ടുകളൊക്കെ പലതും നല്ല പ്രണയഗാനങ്ങളാണ്. സ്വാഭാവികമായിട്ടും സംഗീത സംവിധായകൻ ആ പ്രണയത്തെ അതിലേക്ക് സന്നിവേശിപ്പിച്ചിട്ടുണ്ടാവും. പക്ഷെ എങ്കിൽ പോലും അതിന് കുറച്ചും കൂടി ഒരു ഭാവദീപ്തം നൽകാൻ വേണ്ടിയിട്ട് വേണമെങ്കിൽ മധുവിനൊരു ആഗ്രഹം ഉണ്ടാവും. തീർച്ചയായിട്ടും. അപ്പോൾ ഒന്നും കൂടി ഒരു ഇംപ്രവൈസേഷൻ അത് എനിക്ക് മാത്രമല്ല ഏതൊരു ഗായകനും അത് അവരുടെ ഒരു ഉത്തരവാദിത്വമാണ് ആ പാട്ട് മനോഹരമാക്കുക. പ്രണയഗാനമാണെങ്കിൽ അത് മാക്സിമം പ്രണയം അതിലേക്ക് കൊണ്ടുവരണം എന്നുള്ളത് ഏതൊരു ഗായകന്റെയും ഒരു ദൗത്യമാണ്. അതിന്റെ സാന്ദ്രത, തീഷ്ണത, തീവ്രത എല്ലാം തീർച്ചയായും മധുവിന് ഏറ്റവും ഫ്ലെക്സിബിൾ ആയിട്ട് ഈ പറഞ്ഞ ഫ്രെയിമിലേക്ക് നിന്നുകൊണ്ട് പക്ഷേ ഒരുപാട് ഇംപ്രവൈസേഷൻ ചെയ്തൊരു ഗാനം ഏതായിരിക്കും മധുവിന്റെ ജീവിതത്തിൽ, മധുവിന്റെ ഒരു സിനിമ കരിയറിൽ? അങ്ങനെ ചെയ്തിട്ടുള്ള ഇഷ്ടംപോലെ പാട്ടുകളുണ്ട്. ഇപ്പോൾ തിരുവരങ്ങലിന്റെ ഹമ്മിങ്, മറ്റേ ഉടയോണിലെ പാട്ടിന്റെ ഹമ്മിങ്, അത് എന്ത് വ്യത്യാസമായിരുന്നു രണ്ടും? ഒരുപക്ഷെ അദ്ദേഹം ഔസേപ്പേട്ടന്റെ മ്യൂസിക്കാണ്, നല്ല ഹൈ പിച്ചാണ്, ഭയങ്കര ഹൈ പിച്ചായിട്ടുള്ളൊരു ഹമ്മിങ് ആണത്. അതിൽ എൻ്റേതായിട്ടുള്ള ചില വ്യത്യാസങ്ങൾ ഇംപ്രവൈസ് ചെയ്തിട്ടുണ്ട്. അത് ഔസേപ്പേട്ടൻ നല്ല രീതിയിൽ അംഗീകരിക്കുകയും ചെയ്തു. പിന്നെ കുട്ടൻചേട്ടൻ ചില ഇംപ്രവൈസേഷൻ വളരെയധികം നമ്മളെ അംഗീകരിക്കുന്ന ഒരു വ്യക്തിയാണ്. നമ്മൾ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ നല്ലതാണെങ്കിൽ അത് അക്സെപ്റ്റ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. എന്തായാലും തമിഴിൽ ഒരുപാട് പാട്ടുകൾ വിദ്യാസാഗർ നൽകി. അതുപോലെ ചന്ദ്രമുഖി എന്നുള്ള സിനിമയിലെ ആ പാട്ട് ഒരുപക്ഷെ മധുവിന് ഒരുപാട് പ്രശസ്തി നേടിക്കൊടുത്തൊരു പാട്ട്. തീർച്ചയായിട്ടും ആ പാട്ട് എനിക്ക് തോന്നുന്നു മധുവിനെ ഒരു മുൻനിര ഗായകനായിട്ട് പ്രതിഷ്ഠിച്ചു. ആശാജിയെ പോലുള്ള ഒരാളുടെ കൂടെ പാടാൻ കഴിയുന്ന ഒരു സൗഭാഗ്യം ആ പാട്ട് നമുക്ക്. തീർച്ചയായിട്ടും ആശാജിയുടെ കൂടെ പാടുമ്പോൾ ഒരു പേടിയുണ്ടായിരുന്നു, ഭയം. ആശാജി എന്നെക്കാളും മുമ്പ് പാടിപ്പോയി. പക്ഷെ എങ്കിലും അതിനോട് മാച്ച് ചെയ്യണം. അതെ അല്ലേ, വലിയൊരു ഉത്തരവാദിത്വം. തീർച്ചയായിട്ടും അത് ഒരു സസ്പെൻസ് പോലെ വെച്ചേക്കായിരുന്നു അവര്. എന്നെ മുരുകൻ വിളിച്ചു, വിദ്യാസാഗർ സാറിന്റെ അവിടെ നിന്ന്. മുരുകൻ വിളിച്ചിട്ട്, അണ്ണാ நீங்க நாளைக்கு கிளம்பி வந்துருங்க, நீங்க ஒரு ஸ்பெஷல் சாங் பாட போறீங்க. அப்போ அது எந்த சாங்? இப்போ பாட போறது வந்து ரஜினி சார் படம். அப்போ ஓ அப்போ பயங்கர எக்ஸைட். ஆனா யாரு கூட பாடியிருக்கான்னு நான் சொல்ல மாட்டேன், அது நீங்களே കണ്ടുപിടിക്കണം. സ്റ്റുഡിയോയിൽ വന്ന് நீங்க പാട്ട് പോട്ട് തരേൻ, നിങ്ങളെ കണ്ടുപിടിക്കണം എന്ന് പറഞ്ഞു. അതിന് ഞാൻ അവിടെ സ്റ്റുഡിയോയിൽ ചെന്ന് പാട്ട് പഠിക്കാനായിട്ട് ഇട്ട് തന്നു. അപ്പോൾ വിദ്യാസാഗർ സാർ എന്നോട് ഒരു പഴയ പാട്ടിൻ്റെ ഇത് പറഞ്ഞിട്ട് അതിൽ ദാസേട്ടൻ്റെ വോയിസ് എത്ര സ്വീറ്റ് ആണെന്ന് കണ്ടോ, അതുപോലെ ആ പാട്ടിൻ്റെ ആ ഫ്ലോ അതുപോലെ തന്നെ വരണം ഈ പാട്ടിലും, നല്ല മധുരമായിരിക്കണം. അതെ എന്ന് പറഞ്ഞു. അത്രയും അടുത്ത് എനിക്ക് പറഞ്ഞു തന്നു. എന്നിട്ട് പാട്ട് പ്ലേ ചെയ്തു. അപ്പോൾ ഫീമെയിൽ വെർഷൻ മാത്രം ഇങ്ങനെ കേട്ടു. ഇങ്ങനെ കേട്ടപ്പോഴത്തേക്കും എനിക്ക് മനസ്സിലായി ജാനകിയമ്മയാണോ എന്ന് തോന്നി. അല്ല, ജാനകിയമ്മയല്ല. പിന്നെ എനിക്ക് മനസ്സിലായി ആശാജിയാണെന്ന്. എനിക്ക് ഭയങ്കര പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒരു സന്തോഷമായിരുന്നു. അങ്ങനെയാണ് ആ പാട്ട്. മധുര ഉത്തരവാദിത്വം വർദ്ധിച്ചു. തീർച്ചയായിട്ടും. കാരണം ഉള്ളിലൊരു പേടിയും തോന്നി. ആശാജിയുടെ പാട്ട് ആശാജി പാടി വെച്ചിരിക്കുന്നു, 2 രജനി സാറാണ്. അതെ. അത് ഒരുപക്ഷെ സിനിമയിൽ അതിൻ്റെ ഒരു ആവിഷ്കാരം വരാൻ പോകുന്നത്. തീർച്ചയായിട്ടും. അപ്പോൾ അങ്ങനെ ഒരു വളരെ ഒരു എന്താ പറയുക, എനിക്ക് സന്തോഷം വന്ന പോലെ തന്നെ ഒരു പേടിയോടുകൂടി ഞാനത് ആ ഒരു അനുഭവം അതായിരുന്നു. പിന്നെ സന്തോഷം, പിന്നെ അത് ഒരു വലിയ നാഴികക്കല്ലായി മാറി. വലിയ നാഴികക്കല്ല. മധു എന്നുള്ള സംഗീത വിദ്യാർത്ഥിക്ക് ഒരുപക്ഷെ കുറച്ചും കൂടി ഇരുത്തം വന്നു എന്ന് സിനിമാ ലോകവും ആസ്വാദ ലോകവും വിധി എഴുതി ആ പാട്ടിന് ശേഷം. கொஞ்ச நேரம் கொஞ்சி பேசக்கூடாதா, அந்த நேரம் அந்தி நேரம் அன்பு தூரம் போடாதா. கொஞ்ச நேரம் கொஞ்சி பேசக்கூடாதா, அந்த நேரம் அந்தி நேரம் அன்பு தூரம் போடாதா. கொஞ்சம் நேரம் எல்லை மீறக்கூடாதா, இந்த நேரம் இன்னும் கொஞ்சம் நீளாதா. கொஞ்ச நேரம் கொஞ்சி பேசக்கூடாதா,
அந்த நேரம் அந்தி நேரம் அன்பு தூரம் போடா. അല്ല മധു, ഈ പാട്ട് ഒരുപക്ഷെ സിനിമയിൽ ആരായിരിക്കാം പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് ഇത് ആവിഷ്കരിക്കാൻ പോകുന്നതെന്നുള്ള ഒരു ചോദ്യചിഹ്നം ഒരു ഗായകന്റെ മനസ്സിൽ വരാറുണ്ടോ? ഒരുപക്ഷെ രജനി സാർ ആണെങ്കിൽ അതിപ്പോ റെക്കോർഡിങ്ങിന് പോകുമ്പോൾ ചിലപ്പോൾ ഞാൻ തന്നെ ചോദിക്കാറുണ്ട് ആരാണ് അതിൽ അഭിനയിക്കേണ്ടത്, എൻ്റെ പാട്ടിൽ ആരാണ് അഭിനയിക്കേണ്ടത് എന്ന് ചോദിക്കാറുണ്ട്. അപ്പോൾ ചിലപ്പോൾ ചില യങ് ആയിട്ടുള്ള ആക്ടേഴ്സ് ആണെന്നുണ്ടെങ്കിൽ അതനുസരിച്ച് ശബ്ദം കുറച്ച് മൈൽഡ് ആക്കും. കുറച്ച് ശബ്ദത്തിന് കട്ടിയുള്ള ആക്ടർ ആണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഞാൻ മിക്കപ്പോഴും ബിജു മേനോൻ, ബിജു ചേട്ടന് വേണ്ടി പാടാറുണ്ട്. അപ്പോൾ ആ ഒരു രീതിയിലായിരിക്കും ഞാൻ പാടും. മമ്മൂക്കയ്ക്ക് വേണ്ടി പാടുമ്പോൾ അങ്ങനെയാണ്. അപ്പോൾ കുട്ടനാടൻ കായലിലെ എന്നുള്ള പാട്ട് കാഴ്ചയിലെ അത് മമ്മൂക്കയ്ക്ക് വേണ്ടിയിട്ടാണല്ലോ പാടിയത്. അപ്പോൾ ആ രീതിയിൽ ശബ്ദം ക്രമീകരിക്കും. അതിൽ ആർക്കാണോ പാടുന്നത് ആ വ്യക്തിയെ ഒരുപക്ഷെ ആ വ്യക്തിയുടെ ശബ്ദവിന്യാസം കൂടി മനസ്സിൽ വെച്ചുകൊണ്ടാണ് പാട്ട് എൻ്റർ ചെയ്യുന്നത്. തീർച്ചയായിട്ടും ഞാൻ മിക്കപ്പോഴും ചോദിക്കാറുണ്ട് ആക്ടേഴ്സ് ആരാണ് ചോദിക്കാറുണ്ട്. മധു, ഈ പറഞ്ഞ പോലെ ഈ ശബ്ദം ഒരുപക്ഷെ ഒരു ഗായകന്റെ ഏറ്റവും പ്രധാനപ്പെട്ട അസറ്റാണ്. മധുവിന് ഇപ്പോൾ എത്ര കോടി രൂപയുടെ സ്വത്തുണ്ടെന്ന് ഞാൻ ചോദിക്കില്ല. എന്താ കാരണം അതിനേക്കാൾ അങ്ങനെ വലിയ സ്വത്തൊന്നുമില്ല. ആകെ സ്വത്ത് കുടുംബം, മക്കള്. ഇത് കേട്ടുമല്ലോ ഇൻകം ടാക്സുകാർ വരണ്ടെന്ന് വിചാരിച്ചിട്ട് ഒരു മുൻകൂർ ജാമ്യം എടുക്കുന്നതാണ്. ഇൻകം ടാക്സ് ഒക്കെ കറക്റ്റ് ആയിട്ട് അടയ്ക്കുന്നുണ്ട്. ഇൻകം ടാക്സ് അടയ്ക്കാനുള്ള സ്വത്തുണ്ടെന്ന് മനസ്സിലായല്ലോ കാര്യം. പക്ഷേ എന്താ ആരോ പറഞ്ഞ പോലെ പെണ്ണുങ്ങളുടെ വയസ്സും ചോദിക്കാൻ പാടില്ല, ആണുങ്ങളുടെ വരുമാനം ചോദിക്കാൻ പാടില്ല. അതുപോലെ മധുവിന്റെ വരുമാനം ചോദിക്കില്ല. എന്താ കാരണം എന്ന് വെച്ചാൽ അതിന് കാരണമുണ്ട്. മധുവിന്റെ ഏറ്റവും വലിയ അസറ്റ് സ്വത്ത് എന്ന് പറയുന്നത് മധുവിന്റെ ശബ്ദമാണ്. തീർച്ചയായിട്ടും മധുവിന്റെ സിദ്ധിയാണ്. മധുവിന്റെ എല്ലാ സ്വത്തുക്കളും ഒരു സ്ഥലത്ത് വെച്ചാൽ പോലും ഇത്രയും ഭാഗം ആ ഭാഗമാണ് ഇൻഷുർ ചെയ്യണം. ആ ഭാഗം മധു ഒരുപാട് ആൾക്കാർ പല രൂപത്തിൽ എന്താ കാരണത്തിൽ ഈ പരിപാടി കാണുന്ന ഇപ്പൊ ഈ കുഞ്ഞുങ്ങൾ മാത്രമല്ല ഒരുപാട് ലക്ഷക്കണക്കിന് പ്രേക്ഷകർ ഒരുപക്ഷെ മധു എന്ന ഗായകന്റെ പല വ്യത്യസ്ത ഭാവങ്ങളും ഈ ഒരു അഭിമുഖത്തിലൂടെ മനസ്സിലാക്കുന്നുണ്ടാവും. ഈ ഒരു ഭാഗം പല ആൾക്കാർ പല രീതിയിലാണ് കൈകാര്യം ചെയ്യുന്നത്. തീർച്ചയായിട്ടും അതെ. മധു ഇതിനെ എങ്ങനെയാ ശ്രദ്ധിക്കുന്നത്? ഇതിനെ ശ്രദ്ധിക്കാറുണ്ടോ, പരിപാലിക്കാറുണ്ടോ? ഞാൻ എൻ്റെ ഭക്ഷണ കാര്യങ്ങളിലൊന്നും അങ്ങനെ ശ്രദ്ധിക്കാറില്ല. കാരണം കുട്ടിക്കാലം മുതൽ ഞാൻ ശീലിച്ചു വന്നിട്ടുള്ളതാണ്. അത് ആ ഒരു രീതിയോടെ എൻ്റെ ശരീരം എന്താ പറയാ അതിനനുസരിച്ചാണ് പൊരുത്തപ്പെട്ടു. ചൂടുവെള്ളം മാത്രമേ കഴിക്കാവുള്ളൂ? അങ്ങനെയൊന്നുമില്ല. ഞാൻ നല്ല തണുത്ത വെള്ളം കുടിക്കാറുണ്ട്. സസ്യാഹാരം മാത്രം? അങ്ങനെയൊന്നുമില്ല. ഞാൻ ചിക്കൻ, ഫിഷ്, എഗ് ഒക്കെ കഴിക്കാറുണ്ട്. പക്ഷേ വെജിറ്റേറിയൻ ആവാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ്. എന്താണ് അതിന്റെ കാരണം? എന്താന്ന് വെച്ചാൽ കുറച്ച് ഇപ്പോഴത്തെ കിട്ടുന്ന മത്സ്യമാംസത്തിന്റെ ഒരു ഗുണമേന്മ അതില് വിഷാംശം കലർന്നിട്ടുള്ള സസ്യഭക്ഷണത്തിലല്ലേ ഏറ്റവും കൂടുതൽ ഭക്ഷണം? അതെ, ഏറ്റവും കൂടുതൽ സസ്യത്തിലല്ലേ? അതെ. പക്ഷേ ഇപ്പൊ കിട്ടുന്ന ഫിഷിലും ലെഡ് അങ്ങനെയുള്ള അമോണിയ ഒക്കെ കൂടുതലാണെന്ന് പറഞ്ഞു കേൾക്കുന്നു. അപ്പോൾ അതല്ലാതെ മറ്റ് പാട്ടിനെ ബാധിക്കുമെന്നും ശബ്ദത്തെ ബാധിക്കുന്നു അങ്ങനെയല്ല. ഞാൻ അങ്ങനെ ആ രീതിയിൽ ശബ്ദം സൂക്ഷിക്കാൻ വേണ്ടി അങ്ങനെ അത്ര അധികം ശ്രദ്ധിക്കാറില്ല. എന്ന് വെച്ചാൽ തണുപ്പ് അധികം കൊള്ളാതെ ശ്രദ്ധിക്കും. ഐസ്ക്രീം ഒറ്റ ട്രിപ്പിൽ ഞാനൊരു ഫാമിലി പാക്ക് ഒക്കെ തീർക്കും. അല്ലെങ്കിൽ ഒരു പല ഫ്ലേവർ. ഇപ്പൊ ഉദാഹരണത്തിന് ബാസ്കിൻ റോബിൻസ് അവിടെ പോയി കഴിഞ്ഞാൽ ആദ്യം ഫ്രീ ആയിട്ട് കുറെ തൊട്ട് തിന്നും അല്ലേ? അതെ. എല്ലാത്തിനും ടേസ്റ്റ് അറിയും. അങ്ങനെ ഇഷ്ടപ്പെടുന്ന ഫ്ലേവേഴ്സ് എല്ലാം ഓരോന്ന് വാങ്ങിക്കും. അത് ഞാൻ മാത്രമല്ല, എന്റെ ഫാമിലി മൊത്തത്തില്. നിങ്ങൾ കടയിലേക്ക് കയറി കഴിഞ്ഞാൽ ബാസ്കറ്റ് റോബിൻസുകാരൻ ഒരു പേടിയാണ്. അല്ല, അത് കഴിഞ്ഞിട്ട് അവർക്ക് സന്തോഷമാവും. ആദ്യത്തെ ഒരു ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ. പിന്നെ അപ്പൊ അതിൽ പല ഫ്ലേവേഴ്സ് ഉണ്ട്, പല ടേസ്റ്റ് ഉള്ള പല ഫ്ലേവേഴ്സ് ഉണ്ട്. അപ്പോൾ അത് നമ്മൾ കഴിക്കും. മിൽമയുടെ ആയാലും ശരി, ഐസ് സ്റ്റിക്സ്, ഇത് ചോക്കോ ബാറും അതില്ലേ, അതൊക്കെ ഇഷ്ടംപോലെ കഴിക്കും. ഒന്ന് സ്റ്റേജിലേക്ക് കയറുന്നതിന് മുമ്പ് അല്ലെ സ്റ്റുഡിയോയിലേക്ക് കയറുന്നതിന് മുമ്പ് തണുപ്പൊന്നും കഴിക്കാൻ പാടില്ല അങ്ങനെയൊക്കെയുള്ള അങ്ങനെയൊന്നുമില്ല. ഐസ്ക്രീം കഴിച്ച ഉടനെ തന്നെ സ്റ്റുഡിയോയിൽ കയറി പാടിയിട്ടുണ്ട്. ഈവൻ യൂത്ത് ഫെസ്റ്റിവലിൽ സ്കൂളിൽ പഠിക്കുമ്പോൾ യൂത്ത് ഫെസ്റ്റിവലിന് സ്റ്റേജിൽ കയറാൻ തൊട്ട് മുമ്പ് സൈക്കിളിൽ ഐസ് സ്റ്റിക്സ് വിൽക്കുന്നില്ലേ, അത് കഴിച്ചിട്ട് ഞാൻ കയറി പാടിയിട്ടുണ്ട്. ഒരു ഗുരുനാഥന്മാരും ഇങ്ങനെ ഈ പറഞ്ഞ അല്ല, പലരും നമ്മുടെ അടുത്ത് പറയും, ഉപദേശിക്കും അങ്ങനെയൊക്കെ. പക്ഷെ അതുകൊണ്ട് എനിക്ക് പ്രത്യേകിച്ച് ബുദ്ധിമുട്ടൊന്നും തോന്നിയിട്ടില്ല. കാരണം എൻ്റെ ശരീരം അതനുസരിച്ച് പൊരുത്തപ്പെട്ടു. ഈവൻ ഇപ്പൊ SPB സാർ, ഹരിഹരൻ സാർ, ഈവൻ നമ്മുടെ ശ്രീകുടൻ ചേട്ടൻ, ബാലമുരളി സാർ, അവരൊന്നും ഇങ്ങനെ ഒരു റെസ്ട്രിക്ഷൻ ഇല്ലാത്ത ആൾക്കാരാണ്. ബാലമുരളി സാർ കച്ചേരിക്ക് തൊട്ട് മുമ്പ് സംഭാരത്തിൽ ഐസ് ക്യൂബ് ഇട്ട് ആ സംഭാരവും ഐസ് ക്യൂബും കടിച്ചതിന് ശേഷമാണ് കച്ചേരിക്ക് പോകുന്നത്. അതുകൊണ്ട് ഈ രീതികളെ കുറിച്ച് അഭിപ്രായപ്പെടാൻ വേണ്ടി ഒരാൾ വരുന്നുണ്ട്. വരട്ടെ, ആരാണെന്ന് നോക്കട്ടെ.
നമ്മുടെ തലമുറയിൽപ്പെട്ട ഗായകരിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഏറ്റവും പ്രിയപ്പെട്ട സുഹൃത്താണ്. സ്റ്റേജിൽ ഏറ്റവും അനായാസതയോടുകൂടി എല്ലാ പാട്ടുകളും പാടുന്നുണ്ട്. അതിൻ്റെ രഹസ്യം എന്താണെന്ന് വെച്ചാൽ മധുവിൻ്റെ സാധക ബലം എന്ന് മാത്രമേ ഞാൻ പറയാറുള്ളൂ. പിന്നെ ടെൻഷൻ ഇല്ലാതെ പാടുന്നു, അത്ഭുതകരം. പക്ഷേ വേറൊരു കാര്യം എനിക്ക് നോട്ടീസ് ചെയ്യാൻ പറ്റിയിട്ടുള്ളത്, സ്റ്റേജിൻ്റെ ബാക്കിൽ കിട്ടുന്ന സ്നാക്സിലാണെങ്കിലും അല്ലെങ്കിൽ ഡിന്നർ ടൈമിലൊക്കെ ആണെങ്കിലും നമ്മുടെ രണ്ടുപേരുടെയും കൈ ആദ്യം ചെല്ലുന്ന മധുരം ഏറിയ സാധനങ്ങളിലേക്കായിരിക്കും. ഈ മധുരവും അല്ലെങ്കിൽ ഭക്ഷണക്രമവും പാട്ടുമായിട്ട് എങ്ങനെ റിലേറ്റ് ചെയ്യുന്നു? അത് ഒരു ബന്ധമില്ലെന്നാണ് മധു സമർത്ഥിക്കാൻ ശ്രമിക്കുന്നത്. തീർച്ചയായിട്ടും ഞാൻ മധുരം ഇഷ്ടം പോലെ കഴിക്കുന്ന ആളാണ്. ഇപ്പോഴത്തെക്കാളും കൂടുതൽ പണ്ട് കഴിച്ചിരുന്നു. ഇപ്പൊ കുറച്ചൊരു കൺട്രോൾ വന്നിട്ടുണ്ട്. അപ്പൊ തടി വെക്കുന്നുള്ള വിചാരിച്ചിട്ടാണ്. അതൊരു തടി വെക്കുന്നതുകൊണ്ട് ആ ഒരു പേടിയുണ്ട്. പിന്നെ പണ്ടത്തെ അത്ര ഒരു ഇൻട്രസ്റ്റ് മധുരത്തോട് തോന്നുന്നില്ല. പണ്ട് ഞാൻ പാലട പ്രഥമനൊക്കെ ഇഷ്ടംപോലെ കഴിക്കുമായിരുന്നു. അതിങ്ങനെ എൻ്റെ ഗുരുനാഥൻ ചന്ദ്രമന സാറൊക്കെ എനിക്കിഷ്ടമാണെന്ന് കരുതി ഇഷ്ടംപോലെ ഉണ്ടാക്കി കൊണ്ടുവരുമായിരുന്നു. ഞാനത് ഒരു കലത്തിലുണ്ടാക്കി കഴിഞ്ഞാൽ കലത്തിന്റെ പകുതിയോളം ഞാൻ കലമടക്കം ഞാൻ എടുത്ത് കുടിച്ചിട്ടുണ്ട്. സാർ അതെപ്പോഴും പറയും. പക്ഷെ ആ ഒരു രീതിയിലൊന്നും എനിക്കിപ്പോൾ കഴിക്കാൻ പറ്റില്ല. ഭക്ഷണത്തോടൊക്കെ ഉള്ള ആർത്തി കുറച്ച് കുറഞ്ഞു. അല്ല, ഭക്ഷണത്തോട് ഇപ്പോഴും നല്ല ഭക്ഷണമാണെങ്കിൽ ടേസ്റ്റുള്ള ഫുഡാണ് ഞാൻ കഴിക്കുന്നതായിട്ട്. ഈ നാടൻ ഫുഡിനോടാണ് കൂടുതൽ താല്പര്യം. നല്ലൊരു ഭക്തനാണ് മധു അല്ലേ? തീർച്ചയായിട്ടും. കയ്യിൽ മോതിരത്തിലേക്ക് ആയിരിക്കുമ്പോൾ ഞാൻ അതിനാ നോക്കിയത് എന്തൊക്കെയാണ് ഇതിനകത്ത്. അല്ല, നമുക്ക് എന്തെങ്കിലും ഒരു സൂത്രം കിട്ടുമെന്ന് അറിയാൻ ഞാൻ നോക്കുന്നത്. കാരണം വെച്ചാല് 1, 2, 3, 4, 5 വൈരക്കല്ലുകൾ ഒരുപാടുണ്ട് മധു. ഇതെന്താണ് മധു? ഇതൊന്നും വൈരക്കല്ലല്ല, ഇതിന് മാത്രം നവരത്ന മോതിരത്തിന് വൈരക്കല്ലുണ്ട്, അത്രേ ഉള്ളൂ. ഈ ചെറുപുരലിലെ മോതിരം 2 മോതിരം ഉണ്ടോ അവിടെ? അത് പറഞ്ഞ ഷിർഡി ബാബയുടെ പ്രസാദമായിട്ട് കിട്ടിയതാണ്. പിന്നെ ഒന്ന് പൂർണ്ണത്രേശനാണ്. പൂർണ്ണത്രയിലാണ് ഞാൻ താമസിക്കുന്നത്. അപ്പൊ പൂർണ്ണത്രേശനാണ്. രണ്ടാമത്തത് ഇതോ നവരത്ന മോതിരം. ഓക്കെ. പിന്നെ ഇതിലേക്ക് വരുമ്പോൾ ഇതെനിക്ക് സായിബാബ തന്നതാണ്. പാടിക്കഴിഞ്ഞപ്പോ സായിബാബ ക്രിയേറ്റ് ചെയ്ത് തന്നാണ് ഈ പച്ചക്കല്ല്. പിന്നെ അത് ഊരി പോകാതിരിക്കാൻ തടയിട്ടിരിക്കുന്നതാണ് മറ്റേ മോതിരം. ഇത് മൂകാംബിക ദേവിയുടെ, അതിന്റെ അടിയിൽ എന്റെ വിവാഹമോതിരം. അതെ, വിവാഹമോതിരം വളരെ സുരക്ഷിതമായിട്ട് മൂകാംബിക മോതിരത്തിന്റെ ഉള്ളിൽ വെച്ചിരിക്കുകയാണ്. അത് ഒളിപ്പിച്ചു വെക്കുന്നുണ്ടോ ഇടയ്ക്ക്? ഇല്ലില്ല, അത് പോകുമ്പോൾ അത് ഒളിപ്പിക്കുന്നുണ്ട്. ഇല്ലില്ല, അത് ഓപ്പൺ ആണ്, എപ്പോഴും ഓപ്പൺ ആണ്. പിന്നെ കൈകളിലേക്ക് വരുമ്പോൾ അത് ചരടോ ഒരുപാട്. ഇത് ശബരിമല മേൽശാന്തി തന്നതാ. ശബരിമലയിലാണ്. മൂകാംബിക, ചോറ്റാനിക്കര. പിന്നെ ഇത് ദിവ്യയുടെ പ്രസന്റ് ആണ്. ഇത് ഒഴിവാക്കാൻ പറ്റില്ല. അതെ അതെ, അത് നടുഭാഗത്ത് സുരക്ഷിതമായിട്ടിരിക്കുക. എന്തായാലും ഒരുപാട് ദൈവങ്ങളുടെ അനുഗ്രഹം എന്തായാലും മധുവിന്റെ ശരീരത്തിലും. ഇത് ഒരു ദിവസം മുകേഷ് ഏട്ടനെ കണ്ടപ്പോ മുകേഷ് ഏട്ടൻ പറഞ്ഞു, എന്നോട് ചോദിച്ചു, മധു ഇതിലേതാണ് എം ജി ശ്രീകുമാറിന് എതിരായിട്ടിരിക്കണം മോതിരം? യഥാർത്ഥത്തിൽ ഏതാ ഇട്ടേക്കുന്നത്? അല്ല, അങ്ങനെയൊന്നും ചിന്തിക്കാറ് പോലും ഇല്ല. അല്ല, മുകേഷ് ഏട്ടൻ ഇങ്ങനെ തമാശയ്ക്ക് ചോദിക്കായിരുന്നു ഇത്രയും മോതിരം കണ്ടപ്പോ. ഞാൻ ചോദിക്കാൻ വേണ്ടി വന്ന ചോദ്യം മുകേഷിലൂടെ വന്നു കഴിഞ്ഞാലും ഞാൻ രക്ഷപ്പെട്ടു. അസുഖകരമായൊരു ചോദ്യം ഞാൻ ചോദിച്ചതുള്ള പേരുദോഷം എനിക്കുണ്ടായില്ല. പക്ഷെ ഗായകന്മാർക്ക് നല്ല അന്ധവിശ്വാസം ഉണ്ട്. ഒരുപക്ഷെ എനിക്കങ്ങനെ അന്ധവിശ്വാസം അങ്ങനെ അധികമില്ല. ഇപ്പൊ ചില ആൾക്കാര് ഇപ്പോ പറയും രാവിലെ തന്നെ കണി കാണുന്നത് നല്ല കണിയായിരിക്കണം. അതൊന്നുമില്ല, അങ്ങനെയൊന്നും ഞാൻ നോക്കാറില്ല. ഒരു സ്ഥലത്തേക്ക് ഇറങ്ങി പോകുമ്പോൾ രാഹുകാലം പോലും ഞാൻ നോക്കാറില്ല. ഇല്ല, ഒരു പൂച്ച ഇങ്ങനെ മറുകണ്ഠം ചാടിയാലോ? അത് പൂജയ്ക്ക് ആ സമയത്ത് പോകാൻ തോന്നിയെന്നേ വിചാരിക്കുള്ളൂ. വേറെ പ്രശ്നമൊന്നുമില്ല. ഒരു ഭക്തിയുടെ അപ്പുറത്തേക്ക് വേറെ രീതിയിലേക്ക് ഇല്ലില്ല. കാരണം ഞാൻ എന്നെ പരിപൂർണമായിട്ടും ദൈവത്തിലേക്ക് സമർപ്പിച്ചേക്കാം. ചുരുക്കി പറഞ്ഞ് ഞാൻ മനസ്സിൽ സങ്കല്പിച്ചേക്കണ എന്നെ ഒരു വെറ്റിലെ ഇലയിൽ കിടത്തി ഞാൻ അങ്ങോട്ട് സമർപ്പിച്ചേക്കണ പോലെയാണ് ഞാൻ ചിന്തിച്ചിരിക്കണേ. അപ്പോൾ എന്തുണ്ടെങ്കിലും ദൈവം നോക്കിക്കോളും എന്നുള്ള ഒരു കോൺഫിഡൻസ് എനിക്ക്. അപ്പോൾ ഈ പറഞ്ഞ റിയാലിറ്റി ഷോകളിലൊക്കെ ഫ്ലോറിൽ പല ആൾക്കാരും, ഞാൻ തന്നെ കണ്ടിട്ടുണ്ട്, ചില ആൾക്കാർ ഈ മുട്ടയൊക്കെ ഇങ്ങനെ പൂജിച്ചുകൊണ്ട് കയ്യിലൊക്കെ വെച്ചിട്ടുണ്ട്. കണ്ടിട്ടുണ്ടോ അത്? ഞാൻ കണ്ടിട്ടില്ല. അപ്പൊ ഇത് ഇങ്ങനെ നോക്കുക. അപ്പൊ പാടുമ്പോൾ ഇങ്ങനെ അവരുടെ കുട്ടി പാടുമ്പോൾ ആ മുട്ട സുരക്ഷിതമായിട്ട് വെക്കും. എന്താ കാരണം വെച്ചാൽ ആ കുട്ടിക്ക് നാവ് പഴക്കാതിരിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെയൊക്കെ ഉണ്ടല്ലോ. അങ്ങനെയൊക്കെ ഉണ്ട്. ശരി, എന്നോട് പറയാണത്, എനിക്കറിയില്ല. അത് കഴിഞ്ഞ് വേറൊരു കുട്ടി പാടുമ്പോഴും ഉണ്ടാവും. എന്താ കാരണം വെച്ചാൽ എന്റെ മകൾക്കെതിരെ എതിരെ പാടുന്ന കുട്ടിയുടെ നാവ് പിഴക്കട്ടെന്നായിരിക്കും വേണേൽ. അതൊന്നും അത് പാലിക്കാറ് ഒരിക്കലും. ഞാൻ ഒരാളെയും ദ്രോഹിക്കാൻ വേണ്ടി പ്രാർത്ഥനകളോ പൂജകളോ ഒന്നും ഞാൻ ഇന്നുവരെ എൻ്റെ സംഗീതം സാക്ഷിയായിട്ട് ഞാൻ ചെയ്തിട്ടില്ല. ആർക്കും ഇന്നുവരെ പാരയും വെച്ചിട്ടില്ല. മധുവിന് കിട്ടേണ്ടിയിരുന്ന, ന്യായമായി കിട്ടേണ്ട എത്ര പാട്ടുകളാണ് ഈ പാരയിലൂടെയും ക്ലിക്കിലൂടെയും നഷ്ടപ്പെട്ടത്?
ഇതുവരെ ഞാൻ പറ്റി അന്വേഷിച്ചിട്ടില്ല. എന്നാലും ചില ആൾക്കാർ പറഞ്ഞിട്ടുണ്ടാവും ഇത് മധുവിന് കിട്ടേണ്ട പാട്ടാണ്, മധു ഇത് മറ്റേ ആൾ അടിച്ചുകൊണ്ട് പോയതാണ്. അങ്ങനെയൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷെ ഞാനൊന്നും അത് അത്ര സീരിയസ് ആയിട്ട് എടുത്തിട്ടില്ല. അതിലെ വില്ലൻ ആരാണ് മധു? ഇല്ല, ഞാൻ ഒരിക്കലും സീരിയസ് ആയിട്ട് എടുത്തിട്ടില്ല. ഓരോരുത്തർക്ക് കിട്ടേണ്ട പാട്ട് കിട്ടിയിരിക്കും. അത് ഇപ്പൊ നേരത്തെ പലരും പറയാറുണ്ട്, പലരും പറഞ്ഞിട്ടുണ്ട് അവനവൻ കഴിക്കേണ്ട ധാന്യം ഏതാണെന്ന് ഇടയ്ക്കിടയ്ക്ക് പറയാറുണ്ട്. ദാസേട്ടനും പറഞ്ഞിട്ടുണ്ട്. അപ്പൊ മധു അതിനെ കുറിച്ച് ബോധേഡല്ല. പക്ഷേ ഈ സംഗീത ലോകത്ത് എനിക്ക് കിട്ടുമെന്ന് പറഞ്ഞ ചാൻസ് ഞാൻ പാടാൻ വേണ്ടി എയർപോർട്ടിലെത്തി ടിക്കറ്റ് ബോർഡിംഗ് പാസ് എടുത്തതിന് ശേഷം ഫ്ലൈറ്റ് കയറാൻ പോയപ്പോൾ എനിക്ക് ഫോൺ വന്നിട്ടുണ്ട്, മധു ഒന്ന് പുറപ്പെടണ്ട, അത് വേറൊരു സിംഗറിനെ വിളിച്ചു പാടിക്കേണ്ടി വന്നു. ഞാൻ ബോർഡിംഗ് പാസ് എടുത്ത ഞാൻ തിരിച്ച് കാർ കയറി തിരിച്ചു വന്നിട്ടുള്ള അനുഭവങ്ങളുണ്ട്. പക്ഷെ അതെല്ലാം ആ ഒരു നിമിഷം മാത്രം ഒരു ചെറിയ വിഷമം എൻ്റെ മനസ്സിലുണ്ടാവുന്നല്ലാതെ ഞാൻ അതിനെപ്പറ്റി ഓർത്ത് വിഷമിക്കാറോ പറഞ്ഞു നടക്കാറോ ഇല്ല. ഞാൻ അത് എൻ്റെ വിധി എന്നേ ഞാൻ സമാധാനിക്കാറുള്ളൂ. മധുവിന് മലയാളത്തിൽ ബ്രേക്ക് നൽകിയ ഒരു പാട്ടാണ് വാൽക്കണ്ണാടിയിലെ പാട്ട്. ഒരുപക്ഷെ മധുവിനെ ഒരു അംഗീകാരത്തിൽ തീർച്ചയായിട്ടും അത് എനിക്ക് ഒരു മലയാളികളുടെ ഇടയിൽ ഒരു എസ്റ്റാബ്ലിഷ്മെന്റ് തന്ന ഒരു ഗാനമാണ്. അതിൽ കുട്ടൻചേട്ടനാണ് അതിൻ്റെ സംഗീതം, രമേശൻ സാറാണ് അതിൻ്റെ ലിറിക്സ്. ആ ഒരു പാട്ട് കിട്ടിയത് വളരെ ഒരു ഭാഗ്യമാണ്, ദൈവാനുഗ്രഹമാണ്. പാട്ടിന് ശേഷം ഒരുപാട് പാട്ടുകൾ മധുവിനെ തേടിയെത്തി, ഒരുപാട് സിനിമകൾ. എനിക്ക് തോന്നുന്നു അമൃതം എന്നുള്ള സിനിമ. അമൃതം, അതെ, കുട്ടൻചേട്ടന്റെ സംഗീതത്തിൽ തന്നെ കുറെ പാടിയിട്ടുണ്ട്. മലയാളത്തിൽ എന്നെ കൊണ്ട് ഏറ്റവും കൂടുതൽ പാടിപ്പിച്ചിട്ടുള്ളത് കുട്ടൻചേട്ടനും വിദ്യാസാഗർ സാറും ആണ് മെയിനായിട്ട്. അമൃതം ആ പാട്ടിന് മാത്രമല്ല, മധുവിന്റെ ഒരുപക്ഷെ എക്സ്പ്രഷൻസിനും നല്ല ഭാവമുണ്ട്. ഒരുപക്ഷെ ഈ സിനിമയിൽ മധുവും അഭിനയിച്ചാൽ മതിയായിരുന്നു എനിക്ക് തോന്നുന്നുണ്ട്. സിനിമയിൽ അഭിനയിക്കാൻ നേരത്തെ വിളിച്ചതാ പലതവണ. ഒരു ധൈര്യക്കുറവുണ്ട്. കാതൽക്കോട്ട എന്ന സിനിമയില്ലേ, കാതൽക്കോട്ടായി, അതിൽ എന്നെ ആദ്യം വിളിച്ചിരുന്നു. പിന്നെ എൻ്റെ ഗുരുനാഥൻ, ഞാൻ മദ്രാസിൽ പാട്ട് പഠിക്കുന്ന സമയത്ത് എൻ്റെ ഗുരുനാഥൻ TVG സാറ് പറഞ്ഞു, നീ ഞാൻ ആ വഴിക്ക് പോയത് എന്നെ തല്ലിക്കൊല്ലും എന്ന് പറഞ്ഞു. ദൈവമേ, ഇതാ അത് ചോദിക്കുന്ന ഒരാളും കൂടി വരുന്നു ഇവിടെ. ഹായ് മധു, ഏതായാലും വളരെ സന്തോഷം ഇങ്ങനെയൊരു വേദിയിൽ കാണാൻ കഴിഞ്ഞതിൽ. ഒരുപക്ഷെ ഫിലിം ഫീൽഡിലും ഈ ഫീൽഡിൽ ഒരുപക്ഷെ ഞാൻ നേരത്തെ എത്തി എന്നുള്ളത് ദൈവനിശ്ചയം. പക്ഷെ നമ്മൾ ഒരേ സമയത്ത് യാത്ര തുടങ്ങിയവരാണ്. പലപ്പോഴും നമ്മൾ ഫീൽഡിൽ ശത്രുക്കളാണ് അല്ലെങ്കിൽ ബദ്ധവൈരികളാണ് എന്ന് വരെ പറയുന്ന ആളുകളുണ്ട്. മധുവിനും അനുഭവം ഉണ്ടാകാം. പക്ഷേ നമ്മൾ അങ്ങനെയല്ല, അടുത്ത സുഹൃത്തുക്കളാണ്, അതിലുപരി ബന്ധുക്കാർ കൂടിയാണെന്നുള്ളത് മറ്റൊരു സത്യം. ഏതായാലും ഈ JB ജംഗ്ഷനിൽ എനിക്ക് ചോദിക്കാനുള്ളൊരു ചോദ്യം, പലപ്പോഴും നമ്മളെ തമ്മിൽ ആളുകൾക്ക് മാറിപ്പോവാറുണ്ട്. എൻ്റെ അടുത്ത് വന്ന് മധു ബാലകൃഷ്ണനാണെന്ന് ചോദിക്കാറുണ്ട്, അല്ല ചിലപ്പോൾ ബിജു ബാലകൃഷ്ണൻ, അല്ലെങ്കിൽ അങ്ങനെ ഒരുപാട് തെറ്റിദ്ധാരണകൾ ഉണ്ടാവാറുണ്ട്. അത്തരത്തിലുള്ള അനുഭവങ്ങൾ മധുവിനും ഉണ്ടാവാറുണ്ടോ എന്നുള്ളതാണ് എൻ്റെ ചോദ്യം. ഒപ്പം ഒരു ചോദ്യം കൂടി, ഏതായാലും മധു ഒരു സിംഗർ എന്ന രീതിയിൽ യു ആർ വെൽ എസ്റ്റാബ്ലിഷ്ഡ്. ഇനി സിനിമാ അഭിനയം എന്നൊരു മോഹം ഉണ്ടോ? അത് ഞാൻ എവിടെയോ നേരത്തെ കേട്ടിട്ടുണ്ട്, അതുകൊണ്ടാണ് ചോദിക്കുന്നത്. അങ്ങനെ ഒരു സിനിമയിൽ മുഖം കാണിക്കുന്ന ഒരു മധു ബാലകൃഷ്ണനെ അടുത്ത് പ്രതീക്ഷിക്കാമോ? അത് നല്ലൊരു ചോദ്യമാണ്. എനിക്കൊന്ന് ഒരുപക്ഷെ ഞാനും പണ്ട് കാലത്ത് നിങ്ങൾ രണ്ടുപേരും മാറിപ്പോവായിരുന്നു. അല്ല, പലരും ചോദിക്കാറുണ്ട്. ഇപ്പൊ ബിജു പറഞ്ഞ പോലെ ബിജു ബാലകൃഷ്ണനാണോ എന്ന് ചോദിക്കും, ചിലർ ചോദിക്കും മധു നാരായണനാണോ, ചിലർ ചോദിക്കും വിധു ബാലകൃഷ്ണനാണോ. അങ്ങനെയൊക്കെ പലരും മാറി മാറി ചോദിക്കാറുണ്ട്. ഈ പറഞ്ഞ ബിജു ഇപ്പൊ പറഞ്ഞതിൽ വളരെ സത്യമുണ്ട്. കാരണം പണ്ട് എപ്പോഴും പറയുമായിരുന്നു എനിക്ക് ഭയങ്കര പാരയാണ് എന്ന്. ബിജു പറഞ്ഞ വളരെ കറക്റ്റാണ്, ഞാൻ അങ്ങനെ കേട്ടിട്ടുണ്ട്. പക്ഷെ എനിക്ക് അങ്ങനെ ഞങ്ങൾ ബന്ധുക്കളും കൂടിയാണ്, ഞാനും ബിജുവും ഫാമിലി റിലേറ്റഡ് ആണ്. പക്ഷെ എനിക്ക് അങ്ങനെ ഒരു തോന്നൽ എനിക്ക് തോന്നിയിട്ടില്ല. കാരണം അങ്ങനെ ഇതൊരു അനുഭവം. ബിജു വളരെ ഫ്രണ്ട്ലി ആണ് പണ്ട് മുതലേ. ഞാൻ കോളേജിൽ പഠിക്കുന്ന കാലം മുതലേ എനിക്ക് ബിജുവിനെ അറിയാം. അപ്പോൾ ഞങ്ങളുടെ കോളേജിൽ പ്രോഗ്രാമിന് വന്നിട്ടുണ്ട് ബിജു. അപ്പോൾ അന്ന് മുതലേ എനിക്കറിയാം. അപ്പോൾ അങ്ങനെ യാതൊരു ഒരു ഓപ്പൺ മൈൻഡഡ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് ബിജു എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. രണ്ടാമത്തെ ചോദ്യം സിനിമയിൽ അഭിനയിക്കാൻ താല്പര്യമുണ്ടോ എന്ന്. തല്ലിക്കൊല്ലുന്ന ആരോ പറഞ്ഞുകൊണ്ടാണോ അല്ല, അന്ന് എന്താണെന്ന് വെച്ചാൽ എന്റെ ഗുരുനാഥന്റെ അടുത്ത് വേറൊരു ഗായകൻ ഇതുപോലെ പഠിക്കാൻ ചെന്നിട്ട് അഭിനയത്തിന്റെ ഫീൽഡിലേക്ക് പോയി. അദ്ദേഹം ഒന്നും അങ്ങനെ ആ ഒരു രീതി സാറിന് ഇഷ്ടപ്പെട്ടില്ല. പാട്ട് പഠിക്കാൻ വന്നിട്ട് അങ്ങനെ പോയത് കൊണ്ട്. അപ്പൊ ആ ഒരു പേടി കൊണ്ടാണ് സാറിന്റെ അടുത്ത് അങ്ങനെ പറഞ്ഞത്. അതെ. പിന്നെ അതിനുശേഷം പല സിനിമകൾ അഭിനയിക്കാൻ വിളിച്ചു. തെലുങ്കില് അഭിനയിക്കാൻ വിളിച്ചിട്ടുണ്ട്, കന്നഡയിൽ നിന്ന് അഭിനയിക്കാൻ വിളിച്ചിട്ടുണ്ട്. പിന്നെ ഡയറക്ടർ പ്രിയാനന്ദൻ അദ്ദേഹം എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു.
ഒരു ഫിലിം, കാവ്യമാധവനായിരുന്നു എന്ന് തോന്നുന്നു അത് ഹീറോയിനായിരുന്നു. തെലുങ്കിൽ നിന്ന് വിളിച്ചത് സൗന്ദര്യ, മരിച്ചുപോയ നടി സൗന്ദര്യ ഉണ്ടായിരുന്നു, അവരെ നായികയൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ ബുദ്ധനായിട്ടല്ല ശങ്കരാചാര്യയായിട്ട് അഭിനയിക്കണം എന്ന് പറഞ്ഞു തന്നെ വിളിച്ചിരുന്നു, മുട്ടയിലടിച്ച് അങ്ങനെ അഭിനയിക്കണം എന്ന് പറഞ്ഞു. പിന്നെ ലാസ്റ്റ് വിളിച്ചത് ഇപ്പൊ വിവേകാനന്ദ സ്വാമിജി ആവാനാണ്. വിവേകാനന്ദ സ്വാമിജിയുടെ എന്തോ ഫേസ് ആയിട്ട് എനിക്ക് സാമ്യമുണ്ടെന്ന് പറഞ്ഞിട്ട് ഒരു ഡയറക്ടർ എന്നെ സമീപിച്ചിരുന്നു. എന്തായാലും ഞാൻ നല്ലൊരു സബ്ജക്ട് വന്നാൽ എന്തായാലും അഭിനയിക്കാം. ഓ, എനിക്ക് ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ. മധുവിന്റെ ശ്രദ്ധേയമായിട്ടുള്ള പാട്ടുകളില് പെരുമഴക്കാലത്തെ പാട്ട് തീർച്ചയായും അത് എനിക്ക് അത് വളരെയധികം ആളുകളെ ആകർഷിച്ചൊരു പാട്ടാണ്. പ്രത്യേകിച്ച് ലവേഴ്സിന് ഇഷ്ടപ്പെട്ട ഒരു ഗാനമാണ്. എന്റെ ഭാര്യയ്ക്കും വളരെ ഇഷ്ടമാണ്. അപ്പൊ തീർച്ചയായിട്ടും പാടും. ചെന്താർമിഴി പൂന്തേൻമൊഴി കണ്ണിനു കണ്ണ എൻ കൺമണി ചെന്താർമിഴി പൂന്തേൻമൊഴി കണ്ണിനു കണ്ണ എൻ കൺമണി കണ്ണൂഞ്ചലാടും മങ്കൈമണി നീ മാർഗഴി തിങ്കളിൻ മടുമലർ മടിത്തട്ടിലെ പൊന്മാനോ പാൽക്കനവോ ചെന്താർമിഴി പൂന്തേൻമൊഴി കണ്ണീനു കണ്ണ എൻ കൺമണി. അതുപോലെ എനിക്ക് തോന്നുന്നു മധുവിന്റെ മറ്റൊരു പാട്ട് കാഴ്ചയിലെ പാട്ട്, അത് വേറെ സ്റ്റൈലായിരുന്നു. പല സദസ്സുകളിലും പല ആൾക്കാരും ഹാടിപ്പാടിയ പാട്ടാണ്. അതുപോലെ അത് കുറെ സ്റ്റേജുകളിൽ പാടിയിട്ടുള്ളതാണ്. ഇപ്പോഴും റിക്വസ്റ്റ് വരുന്ന ഒരു പാട്ടാണ്. മിക്കപ്പോഴും എന്റെ ഗാനങ്ങളുടെ ഏറ്റവും അവസാനത്തെ ഗാനമായിട്ട് ഞാൻ പാടുന്ന ഒരു സായങ്കാലത്ത് ഒരുപാട് പേര് അത് പാടുന്നുണ്ട്. അതെ 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 അതെ. മധുര് അങ്ങനെയുള്ള ദുശ്ശീലങ്ങളൊക്കെ ഇല്ല. ഇപ്പൊ ഈ പത്രങ്ങളിലൊക്കെ ഈ പറഞ്ഞ പോലെ ന്യൂ ജനറേഷൻ കലാകാരന്മാരൊക്കെ പല രൂപത്തിലും അതിന്റെയൊക്കെ ടേസ്റ്റ് അറിഞ്ഞിട്ടുണ്ട്. എന്ന് വെച്ചാൽ ടേസ്റ്റ് അറിഞ്ഞിട്ടൊന്നല്ല, ഞാൻ കഴിച്ചിട്ടുണ്ട് നേരത്തെ. എന്റെ വല്യമ്മയുടെ മകൻ, എന്റെ ചേട്ടൻ മിലിറ്ററിയിലാണ്. അപ്പൊ അദ്ദേഹം വരുമ്പോ പണ്ട് ബോട്ടിൽ കൊണ്ടുവരും. ബോട്ടിൽ കൊണ്ടുവരും. അങ്ങനെ ഞാൻ കൂടെ ഇരുന്ന് കഴിച്ചിട്ടൊക്കെ ഉണ്ട്. പക്ഷെ ഒരിക്കലും ഒരു ശീലമാക്കിയിട്ടില്ല. കഴിച്ച് ഫിറ്റ് ആയിട്ടുണ്ടോ? കഴിച്ച് ഫിറ്റായി നോക്കിയിട്ടുണ്ട് ഒരു തവണ. എന്നിട്ട് വാള് വെച്ചോ? വാള് വെച്ചിട്ടില്ല. അത്രയും പോയില്ല. അതെ അതെ അതെ. സംഗീതത്തിലെ ഈ മദ്യം ദോഷം ചെയ്യുമല്ലേ? മദ്യം ദോഷം തന്നെയാണ്, എന്തായാലും ദോഷം തന്നെയാണ്. അത് ആർക്കായാലും, സംഗീതത്തിന് മാത്രമല്ല. കുപ്പി വരാറില്ലേ ഇപ്പൊ? ഇല്ല. അപ്പോ ആ ചേട്ടൻ ഇപ്പോ അതിൽ നിന്നൊക്കെ റിട്ടയർ ചെയ്ത് ഗൾഫിലാണ് ജോലി. പക്ഷെ പുള്ളിക്ക് ഇവിടെ മറ്റേ ക്യാൻറ്റീൻ സർവീസ് ഉണ്ടാവും കേട്ടോ, ശ്രദ്ധിക്കണം. ഇല്ലല്ല, അത് അന്ന് ഒരു അറിയാൻ വേണ്ടിയിട്ടും കൂടെ കമ്പനിക്ക് വേണ്ടി ചെറുപ്പത്തിലെ കൗതുകങ്ങളില് തീർച്ചയായിട്ടും രുചി അറിഞ്ഞു വെച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും ഞാൻ സിഗരറ്റിന്റെ ഇതെന്താണെന്ന് ഞാൻ അറിഞ്ഞിട്ടുണ്ട്. അത് എന്റെ അച്ഛൻ സിഗരറ്റ് വലിക്കുമായിരുന്നു. അപ്പൊ ഞാൻ അച്ഛന്റെ സിഗരറ്റിന്റെ ബാക്കി എടുത്തൊരു ദിവസം വലിച്ചു നോക്കിയിട്ടുണ്ട്. അത് എല്ലാം ഇത്രയും ടേസ്റ്റ് അറിഞ്ഞിട്ടുണ്ട്. പക്ഷെ ഈ കാഴ്ചയിൽ ഈ പാട്ട് പാടുമ്പോൾ ഒരുപക്ഷെ ആ പാട്ടിനൊരു ഇത് കിട്ടാൻ വേണ്ടിയിട്ട് ആ ടേസ്റ്റ് അറിഞ്ഞത് നന്നായിരുന്നു അല്ലേ? തീർച്ചയായിട്ടും പാടാം. അതിനൊരു മൂഡൊക്കെ എങ്ങനെയാണ് അതിന് മനസ്സിലായി. ആ പിച്ച് തന്നെയാണ് ആ പാട്ടിന്റെ പ്രത്യേകതയും. പിച്ചിലാണ് പോയിരിക്കുന്നത്. എന്തായാലും മധുവിന്റെ ആ ആലാപന ഭംഗിയായിരിക്കാം ഒരുപക്ഷെ ആ പാട്ടിനെ മലയാളിക്ക് ഭയങ്കര പ്രിയങ്കരമാക്കിയത്. എന്തായാലും ഇത് വളരെ എനിക്ക് മലയാളത്തിൽ കിട്ടിയ ഒരു നല്ലൊരു ഗാനമാണ്. പ്രത്യേകിച്ച് കുട്ടൻചേട്ടന്റെ ചെന്താർമിഴി, അമൃതത്തിലെ മുത്തേ നിന്നെ, അമ്മയമ്മേ, അതുപോലെ തന്നെ പ്രധാനപ്പെട്ട വളരെ എനിക്ക് കുറച്ചും കൂടി എന്റെ പേര് എസ്റ്റാബ്ലിഷ് ചെയ്ത ഒരു ഗാനമാണ് ഈ മറ്റൊരു പാട്ട്. മധു എന്റെ മനസ്സിലേക്ക് വരുന്ന നമ്മുടെ വിനോദയാത്രയിലെ പാട്ട് അല്ലേ? മന്ദാരപ്പൂമൂളി. രാജസാറിന്റെ മ്യൂസിക്കില്. രാജസാറും മലയാളത്തിൽ നല്ല പാട്ടുകൾ എനിക്ക് തന്നിട്ടുണ്ട്. രസതന്ത്രത്തിലെ പൊന്നാമണി പാടം തേടി, ഈ മന്ദാരപ്പൂമൂളി, പിന്നെ ഇതില് നമ്മുടെ സൂര്യനിലെ 2 പാട്ട്. പക്ഷെ സിനിമ അധികം അങ്ങനെ വിജയിച്ചില്ല. അത് കൂടാതെ ഇതില് പുതിയ തീരങ്ങൾ അതിലും പാടിയിട്ടുണ്ട്. ഇത് മന്ദാരപ്പൂമൂളി നല്ലൊരു
നമുക്ക് ആ ഒരു പാട്ട് കൂടി ഒന്ന് പാടിക്കളയാം. മന്ദാരപ്പൂമോളി കാതിൽ തൈമാസം വന്നല്ലോ, സിന്ദൂരപ്പൂ പാടി കൂടെ നീ സ്വന്തമായല്ലോ, ആരാരും കാണാതെ ആമ്പൽക്കിനാവും ഒന്നൊന്നും മിണ്ടാതെ ഈരന്നിരാവും ഒന്നാകും പോലെ ശ്രുതിയായി ലയമായി മന്ദാരപ്പൂമോളി കാതിൽ തൈമാസം വന്നല്ലോ. തമിഴിലും മലയാളത്തിലും ഒരുപാട് നല്ല ഗാനങ്ങൾ, പക്ഷെ അതോടൊപ്പം തന്നെ തെന്നിന്ത്യയിലെ മറ്റു ഭാഷയിലും മധു ശ്രദ്ധിക്കപ്പെട്ടു. തീർച്ചയായും. പ്രത്യേകിച്ച് തെലുങ്കിലും കന്നഡയിലും ഒക്കെ ഈ ഭാഷ പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട് അവിടെയൊക്കെ പാടും. എനിക്ക് തമിഴ് കുട്ടിക്കാലം മുതൽ അച്ഛൻ തമിഴ് നന്നായിട്ട് അറിയാവുന്നതുകൊണ്ട് കുട്ടിക്കാലം മുതൽ തമിഴ് നല്ല പരിചയം ഉണ്ടായിരുന്നു. ഈ തെലുങ്കും കന്നഡയെല്ലാം ഞാൻ മദ്രാസിൽ TVG സാറിന്റെ അവിടെ പഠിച്ചപ്പോൾ എൻ്റെ ഫ്രണ്ട്സ് ആന്ധ്രയിൽ നിന്നും കർണാടകത്തിൽ നിന്നും ഉണ്ടായിരുന്നു. അങ്ങനെ അത് കേട്ടുള്ള പരിചയം കുറച്ചൊക്കെ അറിയാനും ചില വാക്കുകളുടെ അർത്ഥം എനിക്ക് അറിയുകയും ചെയ്യായിരുന്നു. അപ്പം അവർ കേട്ട് പരിചയം കൊണ്ട് എനിക്കിത് എന്നെ വളരെ ഹെൽപ്പ് ചെയ്തു. ഈ തെലുഗിലൊക്കെ പ്രത്യേകിച്ച് ആ തെലുഗു സിനിമയിലൊക്കെ എക്സ്പ്രഷൻസ് ഭയങ്കരമാണ്. പക്ഷേ അതൊക്കെ പാടുമ്പോൾ രാജപ്പാട്ട് വേഷമൊക്കെ ആണെങ്കിൽ പിന്നെ നമ്മൾ ഇവിടെ കൊടുക്കണേക്കാളും കുറച്ചും കൂടി കൂടുതൽ എന്താ പറയാ ഇന്റൻസിറ്റി അവിടെ കൊടുക്കണം, കൂടുതലാവണം. ഇത് തമ്മിലുള്ള വ്യത്യാസം അതാണോ? അതായത് അത് കുറച്ചും കൂടി തീഷ്ണമാണ്. അതെ 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 കുറച്ചും കൂടി ഓവറായിട്ടുള്ള ഫീലിങ്സ് കൊടുക്കണം. ഈ മലയാളത്തിൽ പാടുന്ന ആ ഒരു കംഫർട്ട് മറ്റു ഭാഷയെ കിട്ടുന്നുണ്ടോ? തീർച്ചയായിട്ടും എനിക്ക് മലയാളം തമിഴും ഒരുപോലെ തന്നെയാണ്. പിന്നെ തെലുങ്കും കന്നഡയുമാണ് കുറച്ച് ഇതിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ കുറച്ച് ഇതിനൊക്കെ അർത്ഥം മനസ്സിലാക്കിയിട്ടാണോ? കുറെയൊക്കെ അർത്ഥം മനസ്സിലാക്കിയിട്ടാണ്, അല്ലാതെ അർത്ഥമില്ലാതെ വെറുതെ അവര് ഇല്ല അങ്ങനെ ഞാൻ പാടാറില്ല. അവര് അതിന് സിറ്റുവേഷൻ പറഞ്ഞു തരും, പിന്നെ കുറെ അർത്ഥം പറഞ്ഞു തരും, അങ്ങനെയാണ് പാടിപ്പിക്കാറുള്ളത്. ഇപ്പൊ മകൻ മഹാദേവൻ നല്ല ഹിന്ദി വിദഗ്ധനാണ്. ഒരുപക്ഷെ മഹാദേവനിൽ നിന്ന് കുറച്ച് ഹിന്ദി പഠിച്ചിട്ട് വേണമെങ്കിൽ മധുവിന് വേണമെങ്കിൽ ബോളിവുഡിലേക്ക് അതിനുള്ള ചാൻസസ് നേരത്തെ വന്നിട്ടുണ്ട്. ഒരു ചാൻസ് മിസ്സായി, നല്ലൊരു ചാൻസ്. അതെ 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 എന്തായിരുന്നു അത്? മറ്റേ അനു മാലിക് സാറ് എന്നെ കൊണ്ട് പാടിപ്പിക്കാനായിട്ട് ഒരിക്കൽ ചെല്ലാൻ പറഞ്ഞു. അദ്ദേഹം മദ്രാസിൽ വന്നിരുന്ന സമയത്ത് അദ്ദേഹം ഓർക്കസ്ട്ര മിക്കപ്പോഴും മദ്രാസിൽ ചെയ്യാറുണ്ടായിരുന്നു. മറ്റേ ജയപാൽ എന്ന് പറഞ്ഞ കീബോർഡ് പ്ലെയർ ഉണ്ട്. അദ്ദേഹമാണ് അദ്ദേഹത്തിന്റെ അനു മാലിക് സാറിന്റെ പാട്ടുകൾ പ്രോഗ്രാം ചെയ്തു കൊടുത്തിരുന്നത്. മദ്രാസ് BGP സ്റ്റുഡിയോയിലാണ് അദ്ദേഹം മിക്കപ്പോഴും റെക്കോർഡിംഗ് ചെയ്യാറുണ്ടായിരുന്നത്. അപ്പൊ അദ്ദേഹം ഒരു തവണ എന്നെ കൂട്ടിക്കൊണ്ട് പോയി മീറ്റ് ചെയ്യിപ്പിച്ച് അടുത്ത ഒരു ഇതിലേക്ക് പാടിപ്പിക്കാനായിട്ട് എന്നെ പരിചയപ്പെടുത്തി. പക്ഷെ എന്തോ ഒരു കാരണം കൊണ്ട് അവിടുന്ന് അദ്ദേഹം വേറെ ആരുമായിട്ട് പിണങ്ങി അവിടുന്ന് പോവുകയൊക്കെ ചെയ്തു. അങ്ങനെ ആ ചാൻസ് അങ്ങ് മിസ്സായി. പിന്നെ ബോധവൽക്കരണ സിനിമകളിൽ പാടിയിട്ടുണ്ട്, കന്നഡയിൽ നിന്ന് ഹിന്ദിയിലേക്ക് ഡബ് ചെയ്തിട്ടുള്ള അതിലൊക്കെ ഞാൻ പാടിയിട്ടുണ്ട്. പിന്നെ ഇപ്പോ ശ്രീ ഇപ്പോ ബോളിവുഡില് അഭിനയിക്കുകയാണ്. അതെ, അതാണ്. അപ്പോ അതില് മിക്കവാറും പാട്ടുണ്ടാവും എന്ന് പറയുന്നുണ്ട്. അപ്പം ശ്രീയിലൂടെ ബോളിവുഡിലേക്ക് ഒരു പ്രവേശനം ഞാൻ അങ്ങനെ ഒന്നും അധികം പ്രതീക്ഷിക്കാറില്ല. നടന്നാൽ നടന്നു അത്ര തന്നെ. പക്ഷെ ഒരുപക്ഷെ തെന്നിന്ത്യയിലെ ഗായകന്റെ ഒരു അഭിലാഷമായിരിക്കാം ബോളിവുഡിലും കൂടി ഒരു പാടർ വന്നത്. തീർച്ചയായിട്ടും ഏതൊരു ഗായകനും ആഗ്രഹമുള്ളൊരു കാര്യമാണ്, ഗായകർക്കും. അതുകൊണ്ട് ക്ലാസിക്കൽ നല്ല കർണാടക സംഗീതത്തിൽ നല്ല പിടിപാടാണ്. ഒരുപക്ഷെ ഹിന്ദുസ്ഥാനിയുടെ ഒരു പിൻബലവും കൂടി വേണമെന്ന് പല ഗായകരും ആഗ്രഹിക്കാറുണ്ട്. അതുപോലെ എനിക്കും ആഗ്രഹമുണ്ട്. ഹിന്ദുസ്ഥാനി പഠിക്കണമെന്ന് വലിയ ആഗ്രഹം ഉണ്ടായിരുന്നു. ഫയാസ് ഖാൻ അദ്ദേഹം ഇവിടെ വന്ന് പഠിപ്പിക്കുന്നുണ്ടെന്ന് പറഞ്ഞു. പക്ഷെ എനിക്ക് പോകാനുള്ള ഒരു സാഹചര്യം ഒത്തു കിട്ടിയിട്ടില്ല. ഞാൻ പഠിക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഇപ്പോൾ വെസ്റ്റേൺ പഠിച്ചു തുടങ്ങി. വെസ്റ്റേണിൽ നമുക്കൊരു പാട്ട് കൂടെ പഠിച്ചു തുടങ്ങിയിട്ടുള്ളൂ. പഠിക്കുന്നതിന് ഇടയിൽ പാടിയിട്ട് അത് പിഴക്കണ്ട. എന്തായാലും അന്യഭാഷകളോട് നമുക്ക് ഒരു മമതയുണ്ട്. എന്താ കാരണം എന്ന് വെച്ചാൽ മധുവിനെ സൃഷ്ടിച്ചെടുത്തത് ഒരുപക്ഷെ തമിഴും അന്യഭാഷയാണ്. തമിഴ് കണ്ടെത്തിയ ശേഷമാണ് മലയാളി മധുവിനെ കണ്ടെത്തിയത്, തിരിച്ചറിഞ്ഞത്. പക്ഷേ എങ്കിൽ പോലും ഒരുപാട് അംഗീകാരങ്ങൾ നൽകി. തെലുങ്കിലും കന്നഡയിലും മധു ശ്രദ്ധേയമായിട്ട് ഒരുപാട് ഗാനങ്ങൾ സമ്മാനിച്ചു. വേണമെങ്കിൽ കന്നഡയോടും തെലുങ്കിനോടും നീതി പുലർത്താൻ വേണ്ടി ഈ ഏതെങ്കിലും ഭാഷയിലുള്ള തെലുങ്കോ കന്നഡയിലുള്ള ഒരു പാട്ട് പാടി
അപ്സ് ആൻഡ് ഡൗൺസ് ഭയങ്കരമാണ്. കാരണം വെച്ചാൽ ഒരുപക്ഷെ നമ്മൾ ചിന്തിക്കാത്ത രീതിയിൽ നമ്മൾ ഉയർത്തിക്കൊണ്ടുപോകും. അതെ അതെ 2002 ശേഷം മധുവിന്റെ ഒരു ഗ്രാഫ് കുത്തനെ ഉയർന്നു. പക്ഷെ അതെപ്പോഴും നിലനിർത്താൻ കഴിയണമെന്നില്ല. ആ ഒരു ചലഞ്ചിങ് ആയിട്ടുള്ള ഒരു കാലഘട്ടത്തിൽ ഒരുപക്ഷെ മധു എങ്ങനെയാണ് ഇതിനെ നോക്കിക്കാണുന്നത്? ചില സമയത്ത് വല്ലാത്തൊരു വിഷമം വരും. ഒരുപാട് പാട്ടുകൾ എന്നെ എപ്പോഴും സന്തോഷമായിട്ട് നിലനിർത്തിക്കൊണ്ടിരുന്നത്, എന്നെ സന്തോഷിപ്പിക്കാനായിട്ട് എപ്പോഴും എനിക്ക് ദൈവം എന്നെ ആ ഒരു ദുഃഖത്തിൽ നിന്ന് തന്നെ, അങ്ങനെ ഒരു ദുഃഖം എനിക്ക് ഉണ്ടാവാറില്ല പൊതുവെ, എന്നാലും ആ ഒരു സ്ഥിതിയിൽ എന്നെ എപ്പോഴും കാത്തുകൊണ്ടിരുന്നത് ഡിവോഷണൽ സോങ്സ് ആണ്. അതെപ്പോഴും ബാക്കപ്പ് ആയിട്ടുണ്ട്. അതെപ്പോഴും ഒരു ബാക്കപ്പ് ആയിട്ടുണ്ട്. കാരണം എന്റെ സാമ്പത്തികമായിട്ടുള്ള എന്റെ ഒരു പിൻബലം, എനിക്ക് എന്റെ സാമ്പത്തികത്തിന്റെ ആ ഒരു ഇത് സ്റ്റഡി ആയിട്ട് കൊണ്ടുപോകുന്നു. ആ ഫ്ലോ നിലനിർത്തുന്നുണ്ട്. ഡിവോഷണൽ സോങ്സ് ആണ്. ഇപ്പൊ സിനിമയിലെ പാട്ടുകൾ കുറഞ്ഞാലും എന്നെ ഇത് ബാലൻസ് ചെയ്തുകൊണ്ട് പോകുന്നത് കൊണ്ട് ഞാൻ ആ ഒരു വിഷമം ഞാൻ അധികം അറിയുന്നില്ല. പക്ഷെ പുതിയ പുതിയ ഗായകർ ഈ പറഞ്ഞ സിനിമാ രംഗത്തേക്ക് കടന്നു വരുന്നു, ഒരുപക്ഷെ ഒറ്റ ഗാനം കൊണ്ട് പ്രശസ്തരാകുന്നു. ചെറിയൊരു വിഷമമൊക്കെ ഉണ്ടാവില്ലേ മധുവിനെ പോലെയുള്ള? അങ്ങനെ എനിക്കൊരു വിഷമം ഇതുവരെ തോന്നിയിട്ടില്ല. കാരണം മധുവിന് അർഹിക്കപ്പെട്ടതെല്ലാം മധുവിന് കിട്ടിയിട്ടുണ്ട്. എനിക്ക് ദൈവം തരുന്നോണ്ട് ഞാൻ തൃപ്തിപ്പെട്ടു പോയ ആളാണ്. ഐ എം ഹാപ്പി. ദൈവം തരുന്നോണ്ട് ഞാൻ തൃപ്തിപ്പെട്ടു പോവുകയാണ്. എന്റെ ഒരു രീതി അതാണ്. പൂർണ്ണ സംതൃപ്തനാണ്. അതൊരു സംഗീത സംവിധാനം എന്നുള്ളത് ഒരു പക്ഷേ ഒരു പാട്ട് എങ്ങനെയായിരിക്കണമെന്ന് കൂടി തീരുമാനിക്കാനുള്ള ഒരു സ്വാതന്ത്ര്യം നൽകുന്നതാണ്. ഒരു സംഗീത സംവിധായകന്റെ കയ്യിലാണ് ഒരു പാട്ട്. അതെ അതെ. ആ ഒരു മേഖലയിലേക്ക് എനിക്ക് തോന്നുന്നു മധു സംഗീത സംവിധാന രംഗത്തേക്ക് ഇറങ്ങാനാണോ? അത് ഞാൻ ഇപ്പൊ തൽക്കാലം ഞാൻ ആ ഭാഗത്തേക്കില്ല. കാരണം ഇപ്പോ ആ രീതിയിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ ഇപ്പൊ ഉള്ളതും കൂടി ഇല്ലാണ്ടാവുന്ന ചാൻസ് ഉണ്ട്. പാടാനുള്ള ഒരു എന്താ പറയാ ഓപ്പർച്യൂണിറ്റീസ്. എന്താണ് മധുവിന്റെ ഒരു ഡ്രീം എന്ന് പറയാവുന്നത്? എന്റെ ഒരു ഡ്രീം എന്ന് പറയുന്നത് എനിക്ക് ഇനിയും ഹിന്ദുസ്ഥാനി സംഗീതം പഠിക്കണം, വെസ്റ്റേണില് പ്രാവീണ്യം നേടണം. ഇതെല്ലാം കൂടി വേദിയിൽ അവതരിപ്പിക്കാനുള്ള ഒരു എനിക്ക് എന്താ പറയാ പ്രാപ്തി കിട്ടണം, ഒരു പ്രാപ്തനാക്കണം എന്നെ. അതിനുവേണ്ടിയുള്ള ഒരു ശ്രമമാണ്. എന്റേതായിട്ടുള്ള ഒരു ബാൻഡ് തുടങ്ങണമെന്ന് ആഗ്രഹമുണ്ട്. വെസ്റ്റേൺ സോങ് സ്റ്റൈൽ അവതരിപ്പിക്കണം എന്ന് ആഗ്രഹമുണ്ട്. ഈ പറഞ്ഞ ഈ ബാൻഡൊക്കെ തുടങ്ങി കഴിയുമ്പോൾ ഒരുപക്ഷെ മധുവിന്റെ ബോഡി ലാംഗ്വേജിലേക്ക് ഒരുപാട് മാറ്റങ്ങൾ വരുത്തേണ്ടി വരും. അതിനുവേണ്ടി അതും ശ്രമം നടന്നുകൊണ്ടിരിക്കുക. ഈ ശ്രീശാന്തിന്റെ അടുത്ത് നിന്ന് 1-2 ചുവടുകളൊക്കെ പഠിക്കേണ്ടി വരും. പഠിച്ചു തുടങ്ങിയോ? അല്ല, അത്യാവശ്യം ഞാൻ പുറമേ നിന്ന് ഡാൻസ് ചെയ്യാറില്ലെങ്കിലും വീടിന്റെ ഉള്ളിൽ ഞാൻ ഡാൻസ് ചെയ്യാറുണ്ട്. അത് ശരി. അപ്പൊ അത് മോശക്കാരനല്ല, എല്ലാ വിദ്യയും ഉണ്ടെന്നുള്ള കാര്യം പറഞ്ഞിരുന്നല്ലോ. മധു, ഒരുപാട് സന്തോഷം. എന്താ കാരണം എന്ന് വെച്ചാല് 2 മണിക്കൂർ നമ്മളിങ്ങനെ സംസാരിച്ചു എന്നുള്ളത് ഒരുപക്ഷെ വാച്ച് നോക്കുമ്പോൾ മാത്രമാണ് മനസ്സിലാകുന്നത്. മധുവിന്റെ ജീവിതത്തിലൂടെയാണ് നമ്മൾ. അത് പ്രത്യേകിച്ചും ജോൺ ഏട്ടൻ ചോദിക്കുന്ന രീതിയുടെയും കൂടി പ്രത്യേകതയാണ്. ഞാനും അറിഞ്ഞില്ല സമയത്രയും പോയത്. ഇനിയും നമ്മൾ ഇതുപോലെ മധുവിന്റെ സ്വപ്നങ്ങളൊക്കെ സാക്ഷാത്കരിച്ച ശേഷം ഇനിയും JB ജംഗ്ഷനിൽ വീണ്ടും നമ്മൾ കണ്ടുമുട്ടും. അതുവരെ ഇത്രയും നേരം ഞങ്ങളോടൊപ്പം ചെലവഴിച്ചതിന് വളരെയധികം നന്ദി. ഒരുപാട് കാലങ്ങൾ ദൂരം ഇനിയും അത് മുന്നോട്ട് പോകട്ടെ. ഒരുപാട് നല്ല ഗാനങ്ങൾ. താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച്.